ഇന്ന് നമ്മൾ ഒരു ബൊട്ടിക് ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡ്, പിന്നെ ഗോൾഡൻ റൗണ്ട് ബീഡ്, പിന്നെ ക്ലോത്തിന് മാച്ച് ചെയ്യുന്ന ഒരു നോർമൽ മെഷീൻ ത്രെഡുമാണ്. നെക്കൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്കിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു 1.5 ഇഞ്ചും താഴേക്ക് ഒരു 14 ഇഞ്ചും വെച്ചിട്ട് നമുക്കൊരു ബോക്സ് പോലെ ഇവിടെ വരച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഡിസൈൻ വരയ്ക്കുമ്പം ആദ്യം നിങ്ങൾ ഡിസൈൻ വരയ്ക്കുക, എന്നിട്ട് മാത്രം ഫ്രെയിമിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് ക്ലോത്ത് റിമൂവ് ചെയ്യുമ്പോൾ ഡിസൈൻ ചെരിഞ്ഞിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു ബോക്സ് പോലെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ അതിന് ഉള്ളിൽ വേണം ഡിസൈൻ വരച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് 1 ഇഞ്ച് വരുന്ന പോലെ ഒരു സ്ലാൻഡിങ് ലൈൻ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു ഇഞ്ച് വരുന്ന ഫസ്റ്റ് ലൈൻ വരച്ച് കൊടുക്കുകയാണ്. 1 ഇഞ്ച് വരച്ചു. ഇനി നമ്മൾ അടുത്തത് എന്ന് പറയുന്നത് 2 ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം അടുത്ത ലൈൻ വരച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ 2 സൈസിലുള്ള ലൈൻസാണ്, സ്ലാൻഡിങ് ലൈൻസാണ് ഇവിടെ വരച്ച് കൊടുക്കുന്നത്. 1 ഇഞ്ചിൻ്റെയും 2 ഇഞ്ചിൻ്റെയും വരുന്ന സ്ലാൻഡിങ് ലൈൻസാണ് കേട്ടോ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വരിക. ആദ്യം ഈ 2 ഇഞ്ച് വരുന്ന ബോക്സ് ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നീഡിൽ ഇവിടുന്ന് എടുക്കുവാണ്. ആ നീഡിലേക്ക് ഒരു ഗോൾഡൻ റൗണ്ട് ബീഡ് എടുത്തിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ആ 2 ഇഞ്ച് വരുന്ന ആ ഒരു ലൈൻസ് ഉണ്ടല്ലോ, ആ ഒരു പോർഷൻ അവിടെ നമ്മൾ ഗോൾഡൻ റൗണ്ട് ബീഡ് വെച്ചിട്ട് വേണം ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 1.5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് വേണം അടുത്ത റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു ഫസ്റ്റ് റോ ഒന്ന് ചെയ്തെടുക്കുവാണ്. ഇനി സെക്കൻഡ് റോയിൽ ബീഡ് വെക്കുമ്പോൾ ഈ 2 ബീഡ് ഉണ്ടല്ലോ, അതിൻ്റെ നടുക്കായിട്ട് വേണം സെക്കൻഡ് റോയിൽ ബീഡ് നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഈ 2 ഇഞ്ച് വരുന്ന പോർഷനിലെല്ലാം റൗണ്ട് ബീഡ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയ്ക്കൊരു 1 ഇഞ്ച് വരുന്ന ഒരു റോ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കട്ട് ബീഡാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നീഡിൽ ഇതുപോലെ എടുക്കുക, എന്നിട്ട് ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡ് എടുത്തിട്ട് നമുക്ക് അതിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതുപോലെയാണ് കുർത്തിയുടെ ലുക്ക് വരിക. അപ്പോൾ എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.